ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നൊരു വെള്ളിയാഴ്ചയാണ്. അപ്പം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഒരു 6 മണിയാകുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. അപ്പോൾ ചില വെള്ളിയാഴ്ചകളിലൊക്കെ ഞങ്ങളിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കാറുണ്ട്. അത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഐറ്റമാണ് കഴിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം അത് നിങ്ങൾക്കും കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ നേരെ അങ്ങ് ബ്രേക്ക്ഫാസ്റ്റിനല്ല പോകുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഒന്ന് കോർണിഷിൽ പോയി അവിടുത്തെ ഒന്ന് വെയിലൊക്കെ കൊണ്ട് നല്ല ഇളം വെയിലായിരിക്കും. രാവിലത്തെ വെയിൽ കൊള്ളാൻ നല്ല സുഖം ഉണ്ടാവും. പിന്നെ ആ കടൽക്കാറ്റും ഒക്കെ കൊണ്ടൊന്ന് ഫ്രഷായി കുറച്ച് നേരം നടക്കാം. അവിടെ കുറേ നടക്കാൻ വന്ന ആൾക്കാരുണ്ടാവും. നടക്കാനും ഓടാനൊക്കെ ആയിട്ട് വന്ന ആൾക്കാരുണ്ട്, കുട്ടികളുണ്ട്, കളിക്കുന്ന അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഈ ആഴ്ച വന്നപ്പോൾ അത്ര തിരക്കില്ലായിരുന്നു. കാരണം ഇവിടെ ചൂട് തുടങ്ങിയത് കൊണ്ട് ആൾക്കാരൊക്കെ ചൂടായിരിക്കുന്ന വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ വരാഞ്ഞത്. പക്ഷേ പതിവിന് വിപരീതമായിട്ട് അത്യാവശ്യം തണുപ്പായിരുന്നു ഇപ്രാവശ്യം ഉണ്ടായത്. നല്ല ഒരു കുളിർക്കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളപ്പോൾ അങ്ങനെ അവിടെ കോർണിഷത്തെ കാഴ്ചകളും ഒക്കെ കണ്ട് നമ്മളങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത്. അപ്പോൾ ഇപ്രാവശ്യം വിചാരിച്ച് നിങ്ങൾക്കും കൂടെ ആ ഐറ്റം ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങളെയും കൂടി കൂടെ കൂട്ടാമെന്ന്. അപ്പം നിങ്ങൾക്ക് അത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എങ്ങനെ ഉണ്ടെന്നും കാണാം. പിന്നെ നമുക്ക് അത് ഇനിയിപ്പം ഷോപ്പിൽ നിന്ന് കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വീട്ടിലെങ്ങനെ ഉണ്ടാക്കാമെന്നും കൂടി കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് കുട്ടികൾക്കൊക്കെ ഒന്ന് ഈ ഐറ്റം ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. ഇവിടുത്തെ ഒരു ട്രഡീഷണൽ സാധനമാണ്. പക്ഷേ കുട്ടികൾക്കൊന്നും അത്ര താല്പര്യമുള്ള സാധനമല്ല. കുട്ടികൾക്കൊക്കെ ബർഗറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണല്ലോ കൂടുതൽ ഇഷ്ടം. ഇത് അത്ര ഇഷ്ടം കാണൂലായിരിക്കും. പക്ഷെ എന്നാലും അങ്ങനെ കഴിച്ചിട്ടില്ലാത്ത കുട്ടികൾക്കൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പം കോർണിഷിൽ നല്ലൊരു കാലാവസ്ഥയായിരുന്നു. നല്ല ഇളം വെയിലൊക്കെ ആയിട്ട് നമ്മളങ്ങനെ ആസ്വദിച്ച് അങ്ങനെ തിരിച്ച് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റിന് ഇതിൻ്റെ പേരാണ് ഫൂൽ തമ്മീസ്. ഒരു ഫൂൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബീൻസ് ഉണ്ട്. അത് വേവിച്ചിട്ട് ഉടച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഗ്രേവിയും പിന്നെ അതിൻ്റെ കൂടെ റൊട്ടിയാണ്. അപ്പോൾ ഇതാണ് ആ ഷോപ്പ് ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണെന്നറിയില്ല, അന്ന് അവിടെ ഒട്ടും തിരക്കേ ഇല്ലായിരുന്നു. ആൾക്കാരൊക്കെ പൊതുവെ കുറവായിരുന്നു. നമ്മൾ നേരത്തെ ആയതുകൊണ്ടാണോ എന്നറിയില്ല. അപ്പോൾ ഇതാണ് ആ സാധനം, ഫൂല്. ആ 2 ചട്ടിയിലിരിക്കുന്ന സാധനമാണ് ഫൂല്. പിന്നെ അതിനേക്കുള്ള സോസും സാധനങ്ങളൊക്കെയാണ് കൂടെ ഉള്ളത്. പിന്നെ അപ്പോൾ അതിലേക്ക് നമ്മൾ ഒലിവ് ഓയിൽ ആണ് ഒഴിക്കുന്നത്. ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. പിന്നെ ആ തക്കാളി മുളകിൻ്റെ ശത്ത കൂടെ ആ ഒരു സോസും കൂടെ അതിലൊഴിച്ച് മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പുറം ഇരിക്കുന്ന ആ പ്ലേറ്റിലിരിക്കുന്ന അതിൻ്റെ പേരാണ് മുത്തബക്ക്. അത് പിന്നെയും കേട്ടിട്ടുണ്ടാവും. ഒരുപാട് മുത്തബക്ക് റെസിപ്പീസും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ അവർ ഉണ്ടാക്കി തരുന്നത് കഴിക്കുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതാണ് ആ ഒരു റൊട്ടി. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ഡ്രൈ ആയിട്ട് പക്ഷെ നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ സംഗതി പ്ലേറ്റൊക്കെ കാലിയാക്കിയിട്ടുണ്ട്. കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ കിടന്ന് ഉറങ്ങിയാലോ എന്നൊരു ഫീലിംഗ് ആണ് തോന്നുക. കാരണം അത്ര ഒരു ഹെവി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണത്. അപ്പം നമ്മൾ അങ്ങനെ അതൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാനൊരുങ്ങാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന ഈ വഴിക്ക് ഷർഫി ഏരിയ ആണ്. ഇവിടെയൊക്കെ മുമ്പ് കടകളും ബിൽഡിങ്, താമസിക്കുന്ന ബിൽഡിങ്ങും എല്ലാം ആയിരുന്നു. ഇപ്പോൾ ഇത് വികസനത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാം പൊളിച്ച് നീക്കിയിട്ട് കാലി ഗ്രൗണ്ടായിട്ട് കിടക്കുകയാണെല്ലാം. കുറേ സ്ഥലങ്ങളൊക്കെ എന്നിട്ട് ആൾക്കാർ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇപ്പോൾ അവിടെ ഉപയോഗിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ഞങ്ങൾ പണ്ട് താമസിച്ചിരുന്ന സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ ഇപ്പോൾ ഒരു ബിൽഡിങ് പോലും ഇല്ല, കടകളും ഇല്ല, ഒന്നുമില്ല. അപ്പം അങ്ങനെ കാലി ഗ്രൗണ്ടായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ച് അങ്ങനെ വീട്ടിലേക്ക് പോയി. അപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന് പറഞ്ഞ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് വീട്ടിൻ്റെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി അതിന് ആ സാധനം വാങ്ങിക്കുകയാണ്. അപ്പം ഇതാണ് ബീൻസ്, ഫൂൽ മിതമ്മാസ് എന്ന് പറയും. ഫേവ ബീൻസ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേര്. അതിൻ്റെ ഡബ്ബയാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ പല കമ്പനീൻ്റെതും ഉണ്ടാവും. ഫേവ ബീൻസ് പ്ലെയിൻ മിതമ്മാസ് നോക്കി വാങ്ങണം. പലതും പല സോസുകളും ഒക്കെ ആഡ് ചെയ്തിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ വരാറുണ്ട്. പക്ഷേ നിങ്ങൾ ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ പ്ലെയിൻ മിതമ്മാസ് വാങ്ങണം. എനിക്ക് തോന്നുന്നു നാട്ടിലും ഇപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുമായിരിക്കും. ലുലു, നെസ്റ്റോ അങ്ങനെയൊക്കെയുള്ള ഷോപ്പുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ എല്ലാ സാധനങ്ങളൊക്കെ ഒരുവിധമൊക്കെ ഇപ്പോൾ നാട്ടിലും കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊരു 450 ഗ്രാമിൻ്റെ ബോട്ടിലാണ്. അപ്പം ഞാനത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീട്ടിലെത്തിയപ്പോൾ
അടുപ്പിലൊരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വലിയൊരു ഉള്ളിയും കുനുകുന അരിഞ്ഞത്, തക്കാളിയും ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 2-3 പച്ചമുളകും, ഒരു 4 അല്ലി വെളുത്തുള്ളിയും, അവസാനം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗാർണിഷ് ചെയ്യാനല്ല, അവസാനം ഇടാൻ വേണ്ടിയിട്ടൊന്ന് കുറച്ച് മല്ലിയിലയും. അപ്പോൾ ആദ്യം തന്നെ ഓയിൽ ഒഴിച്ചിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ വേണം. അത് ഒഴിച്ചിട്ട് ആദ്യം തന്നെ നമ്മൾ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചത് ഇടുക. അതൊന്ന് വാട്ടിയ ശേഷം അപ്പോൾ തന്നെ അതിൻ്റെ നല്ല ഫ്ലേവർ, നല്ല സ്മെല്ല് തുടങ്ങും. ആ വെളുത്തുള്ളീൻ്റെ സ്മെല്ലിൽ തന്നെ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ കുനുകുന അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ടിട്ട് നല്ലോണം ഉപ്പും കൂടി ഇട്ട് നല്ലോണം വാട്ടി, അതൊന്ന് നല്ലോണം വാടി വരുമ്പോൾ പിന്നെ നമുക്ക് പച്ചമുളകും തക്കാളിയും ചേർക്കാം. അപ്പോൾ പച്ചമുളക് ആദ്യം ചേർക്കാം. അപ്പോൾ ഞാനറിയാതെ തക്കാളി ആദ്യം ഇട്ടു. തക്കാളി ആദ്യം ഇട്ടപ്പോൾ പിന്നെ പച്ചമുളക് ഇട്ടപ്പോൾ ഈ തക്കാളീനെ നീക്കി വെച്ച് ഞാൻ പച്ചമുളക് ആദ്യം ഒന്ന് ഇച്ചിരി വാട്ടിയെടുത്തു. അതിപ്പോൾ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും നമുക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് ആദ്യം പച്ചമുളകിനെ ഒന്ന് വാട്ടിയ ശേഷം ഞാൻ പിന്നെ തക്കാളിയും കൂടെ നല്ലോണം വഴറ്റി. ഇതൊക്കെ നല്ലോണം വാടണം. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ. കാരണം എല്ലാം കൂടെ ഉടഞ്ഞിരുന്ന് നല്ല ക്രീമി പരുവത്തിലാവുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഞാൻ അത് നന്നായിട്ട് വഴറ്റിയ ശേഷം ഇതാണ് പിന്നെ അതിൻ്റെ ബീൻസ് ഇരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു വെള്ളം ഉണ്ടാവും, പ്രിസർവേറ്റീവ്സ് വെള്ളം. അപ്പോൾ അത് ഞാൻ കളഞ്ഞ് ആ ബീൻസ് മാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം, അതായത് നല്ല ജീരകം, പിന്നെ ഈ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി, അതൊരു 1/4 ടീസ്പൂൺ, പിന്നെ ഇച്ചിരിയും കൂടെ ഉപ്പിട്ടാൽ മതി. ഉപ്പ് പിന്നെ നമുക്ക് ആവശ്യം പോലെ നോക്കി ഇട്ട് കൊടുത്താൽ മതി. കാരണം നമ്മൾ ഉള്ളി വാട്ടുമ്പോഴും ഇപ്പോഴും ഇട്ടിട്ടുണ്ടല്ലോ. അപ്പം എന്നിട്ട് ആ ബീൻസും കൂടെ ഇട്ടിട്ട് അത്യാവശ്യം ബീൻസ് മുങ്ങിയിരിക്കണ അത്ര വെള്ളം ഒഴിക്കണം. ആ ഒരു ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നല്ലോണം വേവിക്കണം. നല്ലോണം ഓൾറെഡി വെന്ത സാധനമായിരിക്കും അത്. പക്ഷേ നമ്മൾ ഒരു 2-3 മിനിറ്റ് ശരിക്കും നല്ലോണം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇനി ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റി തുടങ്ങിയപ്പോൾ ആ ബീൻസ്, നമ്മുടെ ഈ വാടി വന്ന ഉള്ളി തക്കാളി മിക്സ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്തൊക്കെ എല്ലാം കൂടെ നല്ല ബ്ലെൻഡായി കഴിഞ്ഞ് ഇനി നമ്മൾ ഇതുപോലെ ഒരു വലിയൊരു തവിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന സാധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇങ്ങനെ സ്മാഷ് ചെയ്യാനുള്ള ഉപകരണങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് നല്ലോണം ഉടച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാം അങ്ങ് എന്തെങ്കിലും തക്കാളി വാടാതിരിക്കുന്ന തക്കാളിയോ ഈ ബീൻസും എല്ലാം നമുക്ക് എത്ര നന്നാക്കി പേസ്റ്റ് ആക്കാൻ പറ്റും അത്ര നന്നാക്കിയിട്ട് അത് ഉടച്ചുകൊണ്ടേയിരിക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കിയിട്ട്, ഉപ്പ് വേണമെങ്കിൽ ഇത്തിരി കൂടെ കുറേശ്ശെ ആയിട്ട് നോക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഇത്തിരി കൂടെ ഒഴിച്ചു കൊടുത്തേ. ഇനി ഈ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഈ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം തീ. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണമെന്നേ ഉള്ളൂ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസാക്കിയിട്ട്, ഒരുപാട് ലൂസല്ല, അപ്പോൾ ഈ കാണുന്ന പരുവത്തിൽ അങ്ങനെ ആക്കിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നല്ല ഇളക്കി മിക്സ് ചെയ്ത് ഒരു ക്രീം പരുവത്തിൽ അങ്ങനെ എത്ര ക്രീമി ആക്കാൻ പറ്റുമോ അങ്ങനെ ആക്കുക. നമ്മൾ ഒരുപാട് ടൈറ്റ് ആക്കണ്ട. ഏകദേശം ഒരു ലാസ്റ്റ് സ്റ്റേജായി. അപ്പോൾ ആ മല്ലിയിലയും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതിങ്ങനെ തണുക്കും തോറും ഇങ്ങനെ സെറ്റായി വരും. ഇങ്ങനെ ഒരു പരിപ്പിൻ്റെ ഒരു സാധനമല്ലേ. അപ്പോൾ ആ ഒരു പരുവത്തിൽ നമുക്കങ്ങ് നിർത്താം. അപ്പോൾ കുറച്ചൊന്ന് തണുത്തപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലേറ്റിലേക്ക് എടുത്തിട്ട് ഇനി അതിൻ്റെ മേലെ നമ്മൾ കുറച്ച് ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത്. ഒലിവ് ഓയിൽ കൂടി ഒഴിച്ചാലാണ് അതിൻ്റെ ടേസ്റ്റ്. ഇതിൻ്റെ മെയിൻ ഫ്ലേവർ ആദ്യം നമ്മൾ ചേർത്ത ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം, അത് ഒട്ടും പിശുക്കരുത്. ഒരു 1/2 ടീസ്പൂൺ ശരിക്ക് ഇടണം. ആ ജീരകം ആണ് ഇതിൻ്റെ ഒരു ഫ്ലേവർ. പിന്നെ ഈ ഒലിവ് ഓയിലും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഒരു റിയാലിൻ്റെ ഒരു പാക്കറ്റ് റൊട്ടി, ഒരു 5 റൊട്ടി ഉണ്ടാവും അതിൽ. ആ കുബൂസ് വാങ്ങിച്ചിട്ട്, അപ്പോൾ വീട്ടിലേക്കാകുമ്പോൾ നമുക്ക് മറ്റേ മോഡൽ കിട്ടില്ലല്ലോ. പിന്നെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് ഈ റൊട്ടി. നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ ഈ റൊട്ടിയാണ് വാങ്ങിയിട്ട് കഴിക്കാറുള്ളത്. അപ്പോൾ ഒലിവ് ഓയിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒഴിച്ചിട്ട് ഇനി ഒലിവ് ഓയിലും ഫൂലും കൂടെ, ഇതിൻ്റെ പേര് ഫൂൽ എന്നാണ്, അപ്പോൾ ഫൂലും കൂടെ ചാലിച്ച് അങ്ങനെ റൊട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ആൾക്കാരൊക്കെ ഒന്ന് പോയിട്ട് കഴിച്ച് ട്രൈ ചെയ്ത് നോക്കുക. അല്ലാത്തവർ ഒന്ന് വീട്ടിലുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.